ഉറക്കത്തിൽ നിന്ന് ചക്കതിനെ വിളിച്ചെണീപ്പിച്ച് ഒറ്റ സീൻ കാണിച്ചത്. പറിക്കാൻ പാടില്ല, പറിക്കാതെ നമുക്ക് അടിച്ചു തന്നാലും. നോക്കിയാ നിറച്ച ആപ്പിളാട്ടോ, ഇവിടെ മരത്തിൽ മൊത്തം നിറച്ച ആപ്പിളാണ്. നോക്കിയേ എന്ത് രസമാണല്ലേ നോക്കി. ഓ എത്ര കൊലമായിട്ട് ഇങ്ങനെയാണല്ലോ ആപ്പിൾ ഉണ്ടാവണം. നേരിട്ട് കാണുമ്പോഴാട്ടെ ഇതൊക്കെ. ഒരുപാട് വീട്ടിലുണ്ടായി കിടക്കണ കണ്ടായിരുന്നു, പക്ഷെ ഇത്ര അടുത്ത് ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. എങ്ങനെയുണ്ട് ഗുയിസ്? ഉറക്കൊക്കെ പോയ എല്ലാവരുടെ? ആ ഗ്രീൻ ആപ്പിൾ ഉണ്ടല്ലോ. ഇത് ആപ്പിൾ അച്ചാറാണ്. അച്ചാറും പിടിച്ചേ. എങ്ങനെയുണ്ട്? ജാമ വാങ്ങിച്ചിട്ട് ബ്രെഡ് തേച്ചിന്നാലേ പൊളിയായിരിക്കും. ഈ ജാമ ഏതാ? ഇതല്ലേ ആപ്പിൾ ജ്യൂസ് പറഞ്ഞു. നോടാ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ആപ്പിൾ ജ്യൂസ് ടേസ്റ്റ് കേട്ടോ. വേറെ ഒന്നും ഇട്ടിട്ടില്ല. ഇവിടുത്തെ ആപ്പിളിനൊക്കെ ഭയങ്കര മധുരം കേട്ടോ. ചേട്ടാ എങ്ങനെയുണ്ട്? ഇഷ്ടമായില്ല എനിക്ക്. ഉറക്കത്തിലായിരുന്നു കേട്ടാ. ഒന്നൊന്നര കടിയായി പോയിട്ടാ. ചെറിയൊരു കടിയൊക്കെ അടിച്ചാൽ മതിയായിരുന്നു. ഭയങ്കര മധുരം കേട്ടോ ഇവിടുത്തെ ആപ്പിളിനൊക്കെ. ഇച്ചൊക്കെ എത്ര വിഷം അടിച്ചായിരുന്നു നമ്മുടെ നാട്ടിൽ തന്നെ. അത് എന്താണ് ഇതിലോട്ട് പറയാനുള്ളത്? ഒരു കടി അടിച്ചതല്ലേ? സൂപ്പർ കേട്ടോ. ഭയങ്കര മധുരം, ഭയങ്കര ഫ്രഷ്. ഇങ്ങനെ കടിക്കുമ്പോൾ ക്രിസ്പിയായിട്ട് വരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ആപ്പിൾ മരം ഉണ്ടാവുമായിരുന്നു അല്ലേ? സൂപ്പറല്ലേ? സീനാണ്. ഗ്രീൻ ആപ്പിൾ നമ്മുടെ അവിടെയൊക്കെ ഒടുക്കത്തെ പൊളിയാ. ഒരു രക്ഷയില്ല, അടിപൊളി. Which is more sweet? Very sweet. The golden one is sweet and the red ones are sweet. This one is not sweet. ഷുഗർ പേഷ്യൻസിന് കൊടുക്കാൻ വേറെ ടൈപ്പ് ആപ്പിള്, അല്ലാതെ മധുരമുള്ളത് വേറെ. ബഡ് ചെയ്ത് വെച്ചേക്കണല്ലേ? ഒരെണ്ണമുള്ളത് പറിച്ചോ. വിട് വിട്, ഞാൻ പറിക്കാം. പറിക്കടാ. ഗ്രീൻ ആപ്പിളാ വിത്ത് ലീഫാണോ കിട്ടിയ? അപ്പോൾ നമ്മള് നമ്മുടെ ആപ്പിൾ ഫാമിൽ നിന്നൊക്കെ നമ്മൾ ഇറങ്ങുവാണ്. ഇനി നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര പഹൽഗാമിലേക്ക്, ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തുടങ്ങുവാണ്. അയ്യോ ഞാനല്ലേ വണ്ടി ഓടിക്കണ്ടേ. ഗൈസ് ഡേ ഈ വഴിയിൽ മൊത്തം ആപ്പിൾ തോട്ടങ്ങളാണ്. അയ്യോ ഇവിടെ ഈ രണ്ട് സൈഡും കാണുന്ന ആപ്പിൾ തോട്ടങ്ങളാട്ടോ. പല പല ആൾക്കാരുടെ സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. അവിടെ പോവാൻ ചേട്ടാ, എന്നാ താഴത്തെ വഴി ആണാ? എന്റെ മോനെ എന്ത് രസമാണ്. പറഞ്ഞില്ലേ പഹൽഗാം മുനിസിപ്പൽ ടൗൺ ആയിട്ട് കാണുന്നത്. ഇല്ലടാ നമുക്ക് ഇറങ്ങാടാ.
ഗൈസ് അപ്പോൾ നമ്മൾ പഹൽഗാമിലെ ടൗണിൽ ചുമ്മാ ഒന്ന് നടക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഇന്നൊന്ന് വന്ന് കറങ്ങി ഇവിടെ. പക്ഷേ ഞങ്ങൾ വന്നപ്പോഴത്തേനും ലേറ്റ് ആയി. ശരിക്കും ഇവിടെ ഒരു ദിവസം വേണം സ്പെൻഡ് ചെയ്യാൻ. ഇവിടെയൊക്കെയാണ് ശരിക്കും വരേണ്ടത്. ഇങ്ങോട്ട് വന്നപ്പോൾ വന്ന വഴിയൊക്കെ കാണാൻ എന്ത് ചെയ്യുക, നമുക്ക് നിർത്തി എല്ലാ സ്ഥലവും കണ്ടുവരേണ്ട സ്ഥലങ്ങളാണ്, ഒറ്റടിക്ക് വരുന്ന സ്ഥലമല്ല. അതുകൊണ്ട് സമയം എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരാം. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്നൊരു തീരുമാനം എടുത്തു, നാളെ കൂടെ നമ്മളോട് സ്റ്റേ അടിക്കാൻ പോകണം. ഇന്നിപ്പോൾ ഞങ്ങൾ തിരിച്ചു പോയിട്ട് നാളെ രാവിലെ ചെക്കൗട്ട് ചെയ്ത് ഇവിടെ വന്ന് സ്റ്റേ എടുത്തിട്ട് ഇവിടെ ഫുള്ള് കുതിരസവാരി അങ്ങനത്തെ കുറേ കിടിലൻ റൈഡുകളുണ്ട്. അടിപൊളി സ്ഥലമാണ്. അവിടെയൊക്കെ നമ്മൾ നാളെ കവർ ചെയ്യും. അതെ, അതൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇനി പോവുള്ളു. അല്ലാതെ ഈ ധൃതി പിടിച്ചങ്ങാട് ചെല്ലുമ്പോൾ മൂപ്പര് ചോദിക്കും ഇതൊക്കെ കണ്ടിട്ടാണോ വന്നേക്കണെന്നല്ലേ. ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ഉണ്ട് കേട്ടോ. എന്തോരം ടാക്സി വണ്ടികളാണെന്നറിയോ? ഇതൊന്നുമല്ല, വേറെ അപ്പുറത്തൊക്കെ ടാക്സി വണ്ടികളുണ്ട്. വെറുതെ അല്ല അവിടെയൊന്നും ആരും ഇല്ലാത്ത. കാശ്മീർ തണുപ്പുള്ള സ്ഥലത്ത് എന്തായാലും വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. തണുപ്പുള്ള മീൻസ് ഇതല്ല, മഞ്ഞ് വീഴുന്ന സമയത്ത്. ഇപ്പോൾ കുറേ സ്ഥലങ്ങൾ കണ്ടു വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ മഞ്ഞ് വീഴുന്ന സ്ഥലമാണ്. ഇതുകൊണ്ട് ഇവിടുത്തെ എല്ലാ ഷീറ്റുകൾ അവരിങ്ങനെയാണ് മെയ്ഡ് ചെയ്തേക്കുന്നത് കേട്ടോ. കണ്ടോ, എന്ത് മഞ്ഞ് വീണാലും അതെടുത്ത് കളയാനുള്ള രീതിയിലാണ് മെയ്ഡ് ചെയ്തേക്കണത്. ഞാൻ നൂഡിൽസ് ആണോ? നൂഡിൽസ് പിന്നെ തണുപ്പ് നൂഡിൽസ് കഴിക്കണ്ടേ? ഇവിടെ മാഗി ഇട്ടുണ്ട്. ഇനി മാഗി ആയിട്ടുള്ള പോളിംഗ് ആണ്. ഓ ഊതി ഊതിക്കു എണ്ണാക്കോളി എണ്ണാക്കോളി. ചേച്ചി നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് കൊതിയാണ്. ഇതാണ് വീഡിയോ എടുക്കണവരുടെ കഷ്ടപ്പാട്. ഇതേ നോക്കിയേ കുഞ്ഞ്. അങ്ങനെ ഉണ്ട് ഇവിടെ കടകളുണ്ട്, കുറെ യൂസ്ഡ് സാധനങ്ങള്. നമ്മളല്ലാത്ത വല്ലതും ഉണ്ടോ നോക്കി നടക്കണം. ഉടുപ്പിന്റെ മീഡിയയിൽ ഇടണ വേറെ ഉടുപ്പ്. ഓരോ നാട്ടിലും ഓരോരോ ഡ്രസ്സുകളൊക്കെ ആയിട്ടാ വിൽക്കണത്. ഇതെന്തോ കുഞ്ഞത് കൊള്ളാല്ലേ? അതെ, അവിടെ എന്തോ ഒരു കട. നല്ല സ്ട്രീറ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്കുണ്ട് ഇവിടെ. പക്ഷെ വലിയ ക്രൗഡൊന്നും ഇല്ല. നല്ല നീറ്റാണ്, ക്ലീനാണ്. നല്ല നീറ്റാണ്, നല്ല രസമായിട്ടാണ് ഇവരിവിടെ മെയിൻറ്റെയിൻ ചെയ്ത് ഇട്ടേക്കണേ. ആ സമയത്ത് ഇവിടെ റോട്ടിൽ നിറച്ച ആടുകളായിട്ടാ. അയ്യോ എന്തോരം ആടുകളാണ്. എല്ലാത്തിനും മാർക്കറ്റ് വെച്ചേക്കുന്നുണ്ട്, മേത്ത് കൂടെ കളർ തേച്ച്. അപ്പോൾ നമുക്ക് ഇവിടെ പാനിപ്പൂരി നമ്മൾ വാങ്ങിക്കാന്ന് വിചാരിച്ച്. കൊള്ളാവടാ, നല്ലതാണോ? അവനെ പിടിക്കാൻ പറ്റുമോ? എടാ അവനെ ആ കൊടുക്ക. ജീവിച്ചേട്ടാ പിടിക്കാം. ജീവിച്ചേട്ടാക്ക് അന്ന് ജെർസി മസാല ഇതൊക്കെ പറ്റിയിട്ടുള്ള സാധനം. അങ്ങനെണ്ടാ? സന്തോഷാ? ഹാപ്പിയാണോ? എന്താ പേടിക്കുന്നേ? വെൽപ്പുരി. എടാ കള്ള, എടാ നോയിക്കോട്ട കള്ള. എന്റെ ദൈവമേ, ഇതാ ഇവിടെ നൈസായിട്ട് തിന്ന നീ കള്ളൻ. എടി ചേട്ടാ ഇവിടെ തെറിയും പറയട്ടെ, ഹിന്ദിയിൽ കേൾക്കേണ്ടി വരും. അത് ചെറുതല്ലേ, ഇത് കുണുവാവല്ലേ പച്ചിന് കുണുവാവ. മോനെ വന്നു ടേസ്റ്റ് ചെയ്ത് ഫസ്റ്റ് എക്സ്പ്രഷൻ ഒന്ന് കാണട്ടെ. ആരെ വാന്നാണോ? ഒന്നും മിണ്ടാതെ നിന്നോണ്ടിരിക്കുക. എന്താ? ഞാൻ നാട്ടിൽ ബേൽപൂരി കഴിക്കാറില്ല. അതുകൊണ്ട് ഇവിടെ വന്ന് ബേൽപൂരി ടേസ്റ്റ് എന്താന്ന് എനിക്കറിയില്ല. ജസ്റ്റോട്ടേക്ക് അറിയണ്ട ഇതിന്റെ ടേസ്റ്റ്. ചേട്ടായി പറയട്ടെ ഇതിന്റെ ടേസ്റ്റ്. കൊള്ളാം. പിള്ളേർക്ക് തെർമല് മേടിക്കാൻ വന്ന ഒരു കേസർ മിൽക്ക് വാങ്ങിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് നോക്കാട്ടാ. ഡാഡി എങ്ങനെയുണ്ട്? ചൂടാണോ? ഇങ്ങനെ കുറെ സ്നാക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്കവടയാണ്. പക്കവടയുടെ ഇത് ഇവിടത്തെ എന്തോ എല്ലയാണ്. ആ എല്ല എന്തോ മിക്സ് ചെയ്തിട്ടുള്ള സാധനം. കഴിഞ്ഞ ദിവസം കഴിച്ചതാ. ഒക്കെ ഫുള്ള് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടാ നല്ല ഭംഗിയായിട്ട്. ഇപ്പൊ ടോട്ടൽ ചെയ്ത് നോക്കി. ഓ എന്ത് രസമെന്നറിയോ, ഭയങ്കര രസമുള്ള സ്ട്രീറ്റ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നാളെ ഞങ്ങൾ ഇവിടെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വാൾനട്ടിന് 1200 രൂപ കിലോ, ബാക്കിയെല്ലാം 700 രൂപ കിലോ. ഗൈസ് അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ ഇനി റൂമിലേക്ക് തിരിച്ചു പോവാണ്. നാളെ ചെറിയല്ല മറ്റേ ബ്ലൂബെറിയും വാങ്ങിച്ചു. യെല്ലോ പ്ലം അടിപൊളി കേട്ടോ. നാളെ ഇനി നാളെ തിരിച്ചു വരും. ഇവിടെ താഴത്ത് നോക്കി കിടക്കണേണ്ട. കറണ്ട് ഇല്ല ഇവിടെ, കറണ്ടൊക്കെ പോയി. ലൈറ്റൊക്കെ അടിപൊളിയാന്ന് പറഞ്ഞു.
ടേസ്റ്റി ആയിട്ട് സാധനം കൊടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? സ്വീറ്റ് ആണ് ഇത്. ഹൽവ पूरी सूजी हलवा ഓ ഹൽവ പൂരി. और बेसन पकौड़ा ഓ ഇതും കൂടെ മിക്സ് ചെയ്യുന്ന ചേച്ചി. എനിക്ക് വലിയ പൂരി ഇതും കൂടെ. അതാണ് ചേട്ടൻ മേടിക്കാൻ പറഞ്ഞത്. ചേട്ടി പൂരി മാത്രം മേടിക്കാനാ പറഞ്ഞത്. ഇത്ര ഭയ്യ? ये 120 का केजी होता है, 100 का 100 രൂപയ്ക്ക് മേടിച്ചാലോ? का ठीक है। 100 का ज्यादा है. नहीं ज्यादा नहीं आएगा, देखो आप ആ ഓ ഇത് ഇങ്ങനെ പീസാക്കി എടുത്ത് അതിൻ്റെ അകത്ത് ഇങ്ങനെ. ये देखो बस है ना, इतना आएगा। ഓക്കെ. ഓ അപ്പം ഇങ്ങനെ ഓ മിക്സ് ചെയ്ത് ഓ बस इतना आएगा, ബസ് कोई बात नहीं। ടേസ്റ്റ് ചെയ്യാനായിരിക്കും. ये भी टेस्ट करो आप। ടേസ്റ്റ് ആക്കി ഓക്കെ. ये लोटस कमल का कली ഓ ലോട്ടസിന്റെ जी, लोटस बिंडर എല്ലാരും കാറിൽ അക്രമം തുടങ്ങി. അക്രമം ഒന്ന് ഒരു പീസ് എന്ന് പറഞ്ഞാൽ എന്റെ താഴെ മധുരാണ്. തുണിയല്ലടത്. നോയി അക്രമം തുടങ്ങി ഗൈസ്. ഇത് അപ്പപ്പുഴുക്ക് പോലെ കൊറേ ഉണ്ട് ഗൈസ്. ഞങ്ങൾ ചേച്ചി തുണിയൊന്നുമല്ല, തുണി കീറിയെടുക്കുന്നത്. ഗൈസ് അപ്പം ഞങ്ങള് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് പിന്നെ നമ്മുടെ തണുപ്പിനിടാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. യെസ്, തെർമൽസ് ഒക്കെ വാങ്ങിച്ചു. കുട്ടാപ്പികളൊക്കെ രണ്ടു കൂടെ ഉണ്ട്. എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി നേരെ റൂമിലേക്ക് പോകാൻ പോവാണ്. നാളെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും. അപ്പോഴായിരിക്കും നമ്മുടെ അവന് തണുപ്പുള്ള സ്ഥലത്ത് പോകണമെന്നാ പറയണത്. അപ്പോൾ ഞങ്ങൾ നാളെ അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോണത് ഹൗസ് റൈഡിങ് ഒക്കെ എന്തായാലും ഉണ്ടാവും. പിന്നെ ഈ സ്ഥലം ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോണേണ് അടുത്ത വീഡിയോയിൽ. ഇത് ഞങ്ങൾ ജസ്റ്റ് വന്നൊന്ന് ട്രയൽ അടിച്ച് ഞങ്ങൾ ജസ്റ്റ് വന്നിട്ട് പോകാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ സ്ഥലത്ത് വന്നപ്പോൾ എന്തായാലും ഈ സ്ഥലം കാണാനുണ്ട്, കാണിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഈ സ്ഥലം അങ്ങോട്ട് കാണാം. അപ്പോൾ എല്ലാവരും ബൈ പറ. ഗായ്സ് എനിക്ക് തണുപ്പുള്ള സ്ഥലത്ത് പോകണം. പോവാം തണുപ്പുള്ള സ്ഥലത്ത്.